ഔട്ട് ഓഫ് ഫോക്കസ് മീഡിയ വണ്ണിന്റെ ഔട്ട് ഓഫ് ഫോക്കസ് ഒരു ചർച്ച വരികയാണ്. നന്നായി പഠിച്ചിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന പ്രിയപ്പെട്ട ദാവൂദാന്ന് തോന്നുന്നു. അദ്ദേഹം പറയാണ്, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഇത്ര വലിയ ഇപ്പോൾ ആ വലിയ റാലി നടത്തി, ആ റാലി ശശി തരൂരിന്റെ ഒരു പ്രസംഗം, അതിലൊരു പരാമർശം, അത് വലിയ പ്രശ്നമായി. അതിങ്ങനെ എടുത്ത് പറയാൻ, അല്ലെങ്കിൽ ലീഗ് എന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങൾ അന്താരാഷ്ട്ര കാര്യം നടത്തേണ്ടില്ല, അത് അരിയും തുണിയൊക്കെ കൊടുത്താൽ മതി എന്നിട്ട് കൊച്ചാക്കിയ ഒരു സംസാരം. അപ്പൊ അദ്ദേഹത്തിന് ആരോ മറുപടി കൊടുത്തു കണ്ടോ, അത് മാത്രമല്ല ലീഗ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് മുസ്ലിം ലീഗാണ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് മുസ്ലിം ലീഗാണ്, തുഞ്ചൻ പറമ്പിൽ മലയാളം സർവകലാശാല തുടങ്ങിയത് മുസ്ലിം ലീഗാണ്, കാലടിയിൽ സംസ്കൃത സർവകലാശാല തുടങ്ങിയത് മുസ്ലിം ലീഗാണ്, കൊച്ചിയിലെ കുസാറ്റ്, കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി തുടങ്ങിയത് മുസ്ലിം ലീഗാണ്, സ്റ്റാർട്ടപ്പ് നാടിനെ പരിചയപ്പെടുത്തുന്ന മുസ്ലിം ലീഗാണ്, എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവന്നത് മുസ്ലിം ലീഗാണ്. അതന്ന് വിടാഞ്ഞിട്ടാണ് മുനീർ അന്നേ ആക്കണത്. ഇപ്പം അസർക്ക് വർക്ക് കഴിഞ്ഞത് അവിടെ റൈക്ക് ഇപ്പം കൊണ്ടുവരണല്ലേ. എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവന്നത് മുസ്ലിം ലീഗാണ്. ഇൻഫോ പാർക്ക് ലീഗിന്റെ സംഭാവനയാണ്. ടെക്നോ പാർക്ക് ലീഗിന്റെ സംഭാവനയാണ്. ITH സ്കൂള് ലീഗ് കൊണ്ടുവന്നതാണ്. ITH കേരള ലീഗ് കൊണ്ടതാണ്. 2 തവണയാണ് ഊഞ്ഞാൽ പിടിച്ചാൽ ഏറ്റവും നല്ല IT മന്ത്രികളെ ഇന്ത്യയിലെ അവാർഡ് കിട്ടിയത്. പക്ഷെ ഇതൊക്കെ ലീഗ കൊണ്ടുവന്നത് വെറും അരിയും തുണിയും കൊടുക്കൽ മാത്രമല്ല, അതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനം മാത്രമല്ല, രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിലും സജീവമായി പങ്കെടുക്കുന്ന പാർട്ടിയുടെ പേരാ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ കൊടിയാ നിങ്ങളുടെ കയ്യിലുള്ളത്. ആ കൊടി മാറ്റിപ്പിടിക്കാൻ പറ്റിയ പവറുള്ള പത്രാസുള്ള മറ്റൊരു കൊടിയും ഈ ഭൂമുഖത്തിൽ നിന്ന് ഉറപ്പിച്ചിട്ട് വേണം ഇവിടെ വിട്ടു പോകുമ്പോ ബിരിയാണി പൊതി വാങ്ങിട്ട് പോകാൻ.